കൊടുമൺ പോറ്റിയായി തിയേറ്ററിൽ പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തിയ മമ്മൂട്ടിയുടെ ഭ്രമയുഗം OTT-യിൽ എത്തിയിരിക്കുകയാണ്. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച സിനിമയായിരുന്നു ഭ്രമയുഗം. നെഗറ്റീവ് ഷെയ്ഡുള്ള കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് നിറഞ്ഞ കയ്യടി നേടിയിരുന്നു മമ്മൂട്ടി. OTT പ്ലാറ്റ്ഫോമായ സോണി ലിവാണ് ഭ്രമയുഗം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 15-നായിരുന്നു ഭ്രമയുഗം തിയേറ്ററിൽ എത്തിയിരുന്നത്. തിയേറ്ററുകളിലെ കയ്യടി OTT-യിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. OTT-യിലെത്തിയ ഭ്രമയുഗത്തെ പ്രശംസിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. എക്സിൽ ഭ്രമയുഗം ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആണ്. നാഷണൽ അവാർഡുകളടക്കം ഭ്രമയുഗം തൂത്തുവാരുമെന്ന് OTT പ്രേക്ഷകർ പറയുന്നു. മമ്മൂട്ടിയുടെ അഭിനയത്തെ പ്രശംസിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റുകൾ നിറഞ്ഞു. ഒരു 72-കാരന്റെ പ്രകടനത്തിന് വാനോളം പ്രശംസയാണ് ലഭിക്കുന്നത്. ദേശീയ അവാർഡ്, കേരള സംസ്ഥാന അവാർഡ്, ഫിലിംഫെയർ അവാർഡ് എന്നിവ ഭ്രമയുഗത്തിന് ലഭിക്കുമെന്നാണ് പ്രിൻസ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നെ വിസ്മയിപ്പിച്ച മറ്റൊരു മമ്മൂട്ടി പ്രകടനമെന്നാണ് സിദ്ധാർത്ഥ് ശ്രീനിവാസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ നിലവിലെ എല്ലാവരുടെയും കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് എടുത്താലും ഇതിനൊപ്പം വെക്കാൻ ഒരെണ്ണമില്ലെന്ന് ഷൈൻ ബാബു പോസ്റ്റ് ചെയ്യുന്നു. കൊടുമൺ പോറ്റിയുടെ നിലയ്ക്കാത്ത ചിരി OTT-യിലും പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ഫാക്ടറുള്ള 2 ചിത്രങ്ങൾക്കൊപ്പമായിരുന്നു പരീക്ഷണ ചിത്രമായ ഭ്രമയുഗം തിയേറ്ററിൽ പിടിച്ചു നിന്നത്. ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണം ലഭിച്ച ചിത്രം 10 രാജ്യങ്ങളിൽ റിലീസ് ചെയ്തിരുന്നു. രാഹുലിന്റെ സംവിധാനത്തോടൊപ്പം TD രാമകൃഷ്ണന്റെ സംഭാഷണങ്ങളും ചിത്രത്തിൽ ശ്രദ്ധേയമായിരുന്നു. പാണനായി എത്തുന്ന അർജുൻ അശോകനും കൊടുമൺ പോറ്റിയുടെ ജോലിക്കാരനായി വരുന്ന സിദ്ധാർത്ഥ് ഭരതനും കൈയടിപ്പിക്കുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ആദ്യ 10 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം ഈ ചിത്രം 18.90 കോടി നേടിയിരുന്നു. മലയാളം പതിപ്പിന്റെ വൻ വിജയത്തെ തുടർന്ന് ഭ്രമയുഗത്തിന്റെ തെലുങ്ക്, തമിഴ്, കന്നഡ പതിപ്പുകളും പിന്നീട് തിയേറ്ററുകളിൽ എത്തിയിരുന്നു. മമ്മൂട്ടിയെ കൂടാതെ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനുമാണ് ഉടനീളമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം 60 കോടിയിലേറെ നേടിയതായി നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയെന്ന ഖ്യാതി ഭ്രമയുഗം സ്വന്തമാക്കിയിരുന്നു.